അതായത് ദുരന്തറിന് ശേഷം ബോർഡർ 2-ഉം GCC രാജ്യങ്ങളിൽ വിലക്ക് വന്നിരിക്കുകയാണ്. യെസ്, ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ ബാൻ. ഗൾഫ് രാജ്യങ്ങളിൽ ആ സിനിമ വേണ്ട. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈത്ത്, സൗദി അറേബ്യ, UAE-യിലൊക്കെ തന്നെ ഈ സിനിമ ബാൻ ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം ആൻറ്റി പാകിസ്ഥാൻ കണ്ടന്റ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ദുരന്തറിൽ എന്താണ് സംഭവിച്ചത്? ദുരന്തറിൽ ഇതുപോലെ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ റിലീസ് അവർ നിഷേധിച്ചിരുന്നു. ദുരന്തർ ടീം നല്ലോണം കഷ്ടപ്പെട്ടു. പല സീനുകളും വെട്ടി മാറ്റിയിട്ട് പോലും ഇത് വീണ്ടും അപ്രൂവലിന് വേണ്ടിയിട്ട് അയച്ചിട്ട് പോലും ഇത് ഒരു തരത്തിലും അവിടെ റിലീസ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെയാണ് ബോർഡർ 2 ടീമും ചെയ്തിരിക്കുന്നത്. അത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പല ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും അയച്ചു നോക്കി. ഒരു രക്ഷയില്ല. ആൻറ്റി പാകിസ്ഥാൻ കണ്ടന്റ് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും കൂടി ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട് എന്നതും കൂടി എടുത്തു പറയട്ടെ. ബോളിവുഡിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള അടിവെടിപ്പടങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ഒന്നാമത് ദുരന്തറിൻ്റെ കാര്യം നമുക്കറിയാം. ദുരന്തർ 2-ന് വേണ്ടി അത്രമാത്രം കാത്തിരിക്കുന്നുണ്ട് ആരാധകർ. മാർച്ച് 19-നാണ് ദുരന്തർ 2-ൻ്റെ റിലീസ്. 1 ഇതുവരെ ഓളം തീർന്നിട്ടില്ല. 1300 കഴിഞ്ഞ് 400 കോടി 500 കോടിയിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ 1400 crores എന്നൊക്കെ പറയുന്ന ഒരു ബ്രഹ്മാണ്ഡമായ തുകയാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ദുരന്തറിൻ്റെ അവസ്ഥ. എന്നാൽ ബോർഡർ 2 ആവട്ടെ, ബോർഡർ 2 ഒരു വാർ ബേസ്ഡ് സിനിമയാണ്. നമുക്ക് ബോർഡർ കണ്ടവർക്കൊക്കെ തന്നെ അറിയാം. ഏകദേശം 4000-ഓളം സ്ക്രീനുകളിലാണ് ആ സിനിമ റിലീസിനെത്തിയത്. അപ്പോൾ അത്രയും വലിയൊരു റിലീസ് തന്നെ ബോർഡർ 2-ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ട്രെയിലർ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടില്ലെങ്കിൽ പോലും സിനിമ വേറെ ലെവൽ എന്നുള്ള അഭിപ്രായങ്ങൾ നോർത്ത് ഇന്ത്യൻ ഭാഗത്തൊട്ടാകെ തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ബോർഡർ 2-ന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ടില്ലെങ്കിൽ പോലും റിലീസിന് ശേഷമുള്ള നല്ല അഭിപ്രായങ്ങൾ ചിത്രത്തിന് വേണ്ടിയിട്ട് ആളുകൾ വീണ്ടും തിയേറ്ററിലേക്ക് കയറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബോർഡർ 2-നെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഈ GCC കൺട്രീസിൽ നിന്നും കിട്ടിയ ബാന് എങ്ങനെ അവരുടെ കളക്ഷന് ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ദുരന്തറിൻ്റെ എക്സാമ്പിൾ കൊണ്ട് വെക്കാം. ദുരന്തർ എന്ത് സംഭവിച്ചു? ദുരന്തറിന് ഈ ആ രാജ്യങ്ങളിലൊന്നും ഒക്കെ തന്നെ ബാൻ കിട്ടിയിട്ടും ദുരന്തറിന് കിട്ടിയില്ല 1400 കോടി രൂപ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ GCC കൺട്രീസ് ഈ കൺട്രീസിലെ ഉള്ള വരുമാനത്തെ കുറച്ച് കാണരുത്. കാരണം അവിടെ ഒരുപാട് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും കാണാൻ പറ്റാതെ വരുമ്പോൾ ഒരു ശതമാനം തുക പോയി. ഇപ്പോൾ 1400 നിൽക്കുന്ന ദുരന്തർ ഒരുപക്ഷെ 1500 ഈസിലി ആയേനെ GCC കൺട്രീസിൽ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ. 1500 എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോണാണ്. അത് അടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായേനെ GCC കൺട്രീസിൽ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് ഡിഫറൻസ്. അതാണ് ഈ പ്രധാനപ്പെട്ട ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ശതമാനമാണോ എന്ന് ചോദിച്ചാൽ ഒരു 1400 നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് 100 കോടി ഒരു ചെറിയ തുകയായിരിക്കാം. ബട്ട് അതും ഒരു ഷെയറാണ്. അതൊരു പ്രധാനപ്പെട്ട ഷെയർ ആണെന്നത് മാത്രമാണ് പറയാനുള്ളത്. അതുതന്നെയായിരിക്കും ബോർഡർ 2-ന് നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ അണിയൽ പ്രവർത്തകർ പഠിച്ച പണി 18 നോക്കി. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ സിനിമ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു തരത്തിലും നടക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ശരി ഇന്ന് പിന്നെ GCC കൺട്രീസിൽ നിന്നും വേണ്ട, അത് മറ്റ് രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാമെന്നൊരു തീരുമാനം ബോർഡർ 2-ൻ്റെ അണിയൽ പ്രവർത്തകർ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. എന്നാലും 97-ൽ JP ദത്തയുടെ സിനിമയായ ബോർഡറിൻ്റെ 2ാം ഭാഗമാണ് ഈ സിനിമ എന്നതും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ക്യാൻവാസിൽ മൗണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്നതും കൂടി എടുത്ത് പറയണം. ഏകദേശം 3 മണിക്കൂർ 16 മിനിറ്റോളം ഈ ചിത്രത്തിൻ്റെ ദൈർഘ്യമുണ്ട്. അടുത്തിടയിൽ ഇപ്പോൾ ദുരന്തർ വന്നിട്ട് 3 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ടായി. അപ്പോൾ പോലും ഇതിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ടൊരു ചോദ്യചിഹ്നമായിരുന്നു റിലീസിന് മുന്നേ. എന്നാൽ റിലീസിന് ശേഷം ഈ 3 മണിക്കൂർ 30 മിനിറ്റ് ഒരു കേക്ക് വാക്ക് പോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. ഒരു വലിയ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ടൈം ലൈനായിട്ടൊന്നും പ്രേക്ഷകർക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ 3 മണിക്കൂർ 16 മിനിറ്റ് ഇപ്പോൾ ഒരു വലിയ ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആസ് ലോങ് ആസ് പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ 3 മണിക്കൂർ 16 മിനിറ്റ് അല്ല, 3.5 മണിക്കൂറല്ല, 4 മണിക്കൂറായാലും പ്രേക്ഷകർ തിയേറ്ററിൽ ഇരിക്കാൻ ഓക്കെയാണ്. അപ്പം 3 മണിക്കൂർ 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ വരുൺ ധവാന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആളുകളുടെ ഭാഗത്തു നിന്നും. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഓരോ സമയത്തായിട്ട് വരുന്നതേ ഉള്ളൂ. സണ്ണി ഡിയോളാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നത്. എന്തായാലും ഒരു വലിയ പ്രതീക്ഷയോടെ റിലീസ് ചെയ്ത ചിത്രമാണ് അണിയർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ദുരന്തറിൻ്റെ അതേപോലെയാണ്. ദുരന്തർ എങ്ങനെയാണ് വന്നത്? ദുരന്തർ ഇനിയിപ്പോൾ അവസാനം ഡിസംബർ ആകുമ്പോഴേക്ക് എന്ത് മാജിക്ക് കാണിക്കാനാണെന്ന് പറഞ്ഞവരുടെ മുന്നിലേക്കാണ് ദുരന്തർ അത്രയും വലിയൊരു മാജിക്ക് കാണിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ ദുരന്തർ കഴിഞ്ഞ് ഡിസംബറിൽ വന്നുവെങ്കിൽ ബോർഡർ 2 ജാനുവരിയിലേക്ക് വരികയാണ്. ജാനുവരിയിൽ വന്നതിന് ശേഷം ബോർഡറിന് അത്യാവശ്യം നല്ല തുടക്കം കിട്ടിയിട്ടുണ്ട്. ആ തുടക്കം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, തുടക്കം കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോണ ബി ഗ്രേറ്റ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സോ ഇസ് ബോർഡർ 2 ഗോണ ക്രിയേറ്റ് ഹിസ്റ്ററി ഇൻ 2026 ഫോർ ബോളിവുഡ് സിനിമ എന്നത് ഉറ്റുനോക്കാം.